ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ധാരാളം പോഷക ഗുണങ്ങളുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഇത് 2 തരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ചെറുപയറാണ്. പിന്നെ വേണ്ടത് ഉഴുന്നുപരിപ്പാണ്. 1/4 കപ്പ് ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉലുവയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് കുതിർക്കാനായിട്ട് വെക്കണം. രാത്രിയാണ് ഞാനിത് കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നത്. രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാകും. രാവിലെ അരച്ച ഉടനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിതൊന്ന് കുതിർക്കാനായിട്ട് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ രാവിലെ ആയിട്ടുണ്ട്. ഇത് 3ഉം നല്ല പോലെ തന്നെ കുതിർന്നിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുപയറിലും ഉഴുന്നുപരിപ്പിലും ഒക്കെ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് വളരുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ചെറുപയറിൽ ധാരാളം ഫൈബറും അയണും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി കൂടി ക്ലീൻ ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഒരുപാട് ലൂസായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. കുറച്ച് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും. അരയ്ക്കുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ. അപ്പോൾ ഇത് കണ്ടില്ലേ. ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഈ ഒരു തിക്നെസ്സിലാണ് അരച്ചെടുക്കേണ്ടത്. വല്ലാതെ ലൂസായി പോകാൻ പാടില്ല. 2 തരം ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിത് 2 ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കാം. പകുതി ഒരു ബൗളിലേക്ക് ഒഴിക്കാം, ബാക്കി പകുതി മറ്റൊരു ബൗളിലേക്കും കൂടി ഒഴിച്ച് വയ്ക്കാം. ഇതിൽ ആദ്യത്തെ റെസിപ്പിക്ക് നല്ല തിക്കായിട്ടുള്ള മാവ് തന്നെയാണ് വേണ്ടത്. രണ്ടാമത്തേതിന് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഈ രണ്ടാമത്തെ റെസിപ്പിക്കുള്ള ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ തിക്കായിട്ടുള്ള മാവുള്ള ബൗളിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ഞാനിതിലേക്ക് ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. സവോള ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ ഞാനിതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ്. അതും 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ക്യാപ്സിക്കം ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ ചേർക്കാം. അങ്ങനെ ക്യാബേജ് ഉണ്ടെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് സോഡാപ്പൊടിയോ ഈനോയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഞാനിതൊരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഓരോ കുഴിയിലേക്കും 1/4 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു നോൺ സ്റ്റിക്ക് ചട്ടി ആയതുകൊണ്ട് തന്നെ എണ്ണയൊന്നും ഇല്ലാതെയും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഈ ചട്ടി നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം മാവ് കോരി ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടുകയില്ല. അപ്പോൾ മുഴുവൻ മാവും ഞാനിവിടെ കോരി ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും കുഴികളിലേക്കുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഒരു സൈഡ് ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചിടാനായിട്ട് പറ്റും. തിരിച്ചിട്ട് മറ്റേ സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 2 സൈഡും നല്ലപോലെ കുക്കായി കഴിയുമ്പോൾ നമുക്കിതെടുത്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പുറമേ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടുള്ള അപ്പമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കറിയുടെയോ ചമ്മന്തിയുടെയോ ഒന്നും ആവശ്യം തന്നെയില്ല ഇത് കഴിക്കാനായിട്ട്. എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്.
മുഴുവനും എടുത്ത് ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ച മാവ് കൊണ്ട് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ദോശമാവിൻ്റെ ആ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ മാവ് ലൂസാക്കി എടുക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്റർ കൊണ്ട് നമ്മൾ നല്ല ക്രിസ്പി ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ദോശ തന്നെ 2 തരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ദോശാപ്പാൻ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ച് നല്ല തിന്നായിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ ദോശാപ്പാനിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ തിന്നായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഇത് ഓപ്ഷണലാണ്. ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സവോള ചെറുതായി അരിഞ്ഞത് കൂടി സ്പ്രെഡ് ചെയ്യുകയാണ്. കുറച്ച് കറിവേപ്പില കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ നല്ല തിന്നായിട്ട് തന്നെയാണ് പരത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ കുക്കായി വരുമ്പോൾ നമുക്കിത് ദോശാപ്പാനിൽ നിന്നും എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് കഴിക്കാനും കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നില്ലേ? ഇനി നിങ്ങൾക്ക് ദോശയുടെ മുകളിൽ ഇതുപോലെ വെജിറ്റബിൾസ് ഒന്നും സ്പ്രെഡ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ പ്ലെയിൻ ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല പേപ്പർ പോലെ തിന്നായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പ്ലെയിൻ ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നല്ല തിന്നായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഇതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല പോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ, ഇതാ കണ്ടില്ലേ, ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് ദോശാപ്പാനിൽ നിന്നും എടുത്ത് മാറ്റാവുന്നതാണ്. അടിപൊളി ക്രിസ്പി ദോശയല്ലേ? അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയറും ഉഴുന്നും ഉലുവയും ഒക്കെ കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള 2 തരം ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇത് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ഉണ്ടാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ. ചെറുപയറും ഉഴുന്നും ഉലുവയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന സാധനങ്ങളാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.